നമസ്കാരം. പ്രധാന വാർത്തകൾ. വാളയാറിൽ രേഖകളില്ലാതെ പച്ചക്കറി ലോറിയിൽ കടത്താൻ ശ്രമിച്ച വൻ സ്ഫോടക വസ്തുശേഖരം പിടികൂടി. 1.25 ലക്ഷത്തിലേറെ ജലറ്റിൻ സ്റ്റിക്കുകളും ഡിറ്റനേറ്ററുകളും പിടികൂടിയത് തമിഴ്നാട്ടിൽ നിന്ന് അങ്കമാലിയിലേക്ക് പോകുകയായിരുന്ന ലോറിയിൽ നിന്ന്. തമിഴ്നാട് സ്വദേശിയായ ലോറി ഡ്രൈവർ അറസ്റ്റിൽ. കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്ന് പോലീസ്. പുത്തൻ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി വ്യാപാരം തടയാൻ ഓപ്പറേഷൻ ഡി ഹണ്ട് ശക്തമാക്കുമെന്ന് എക്സൈസ്. നെഹ്റു യുവകേന്ദ്രയുടെ പേര് മാറ്റിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം. പാലക്കാട് NYK ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച്. നെഹ്റു യുവകേന്ദ്ര ഇനി മേരാ യുവ ഭാരത്. മാറ്റിയത് അരനൂറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യമുള്ള സംഘടനയുടെ പേര്. പോക്സോ കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും 43 വർഷം കഠിന തടവും 4 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച് പട്ടാമ്പി പോക്സോ കോടതി. ശിക്ഷിക്കപ്പെട്ടത് എഴുമന്തല സ്വദേശി 49 വയസ്സുള്ള മണികണ്ഠൻ. ശിക്ഷ അടുത്ത ബന്ധുവായ 15 വയസ്സുകാരിയെ ലൈംഗികാതിക്രമം നടത്തി ഗർഭിണിയാക്കിയ കേസിൽ. തേനൂരിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് ലക്കിടി മംഗലം സ്വദേശി അനന്തകുമാർ. വല്ലപ്പുഴയിൽ KSRTC ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് 15ഓളം പേർക്ക് പരിക്ക്. തൃശൂർ മെഡിക്കൽ കോളേജിൽ മാനസികാസ്വാസ്ഥ്യമുണ്ടെന്ന് സംശയിക്കുന്ന യുവാവിന്റെ പരാക്രമം. സെക്യൂരിറ്റി ജീവനക്കാരനെ പൂട്ടിയിട്ട് അലുമിനി ഹാളിലെ AC-ക്ക് തീയിട്ടു. അക്രമം രാവിലെ 6 മണിയോടെ. പട്ടാമ്പി നഗരസഭ ശ്മശാനത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നു. ശ്മശാനം നവീകരിക്കുന്നത് MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച 55 ലക്ഷം രൂപ ചെലവിൽ. വൈദ്യുതി ശ്മശാനത്തിലേക്ക് ആവശ്യമായ യന്ത്രസാമഗ്രികൾ വാങ്ങാൻ MP ഫണ്ടിൽ നിന്ന് 50 ലക്ഷം. കത്തോലിക്ക കോൺഗ്രസ് അന്താരാഷ്ട്ര സമ്മേളനത്തിന് പാലക്കാട്ട് ഒരുക്കങ്ങളായി. മെയ് 17, 18 തീയതികളിൽ നടക്കുന്ന സമ്മേളനത്തോടനുബന്ധിച്ച് അവകാശ പ്രഖ്യാപന റാലിയും. സമ്മേളനത്തെക്കുറിച്ച് വിശദീകരിക്കാൻ ബിഷപ്പ് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സർക്കാരിന് രൂക്ഷ വിമർശനം. വന്യമൃഗങ്ങളിൽ നിന്നും തെരുവ് നായ്ക്കളിൽ നിന്നും മനുഷ്യനെ സംരക്ഷിക്കാൻ കഴിയാത്തവർ രാജിവെച്ച് പോകണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ. വാർത്തകൾ വിശദമായി. വാളയാറിൽ രേഖകളില്ലാതെ കടത്താൻ ശ്രമിച്ച വൻ സ്ഫോടക വസ്തുശേഖരം പിടികൂടി. ഈറോഡ് നിന്ന് പച്ചക്കറിയുമായി അങ്കമാലിയിലേക്ക് പോകുകയായിരുന്ന ലോറിയിലാണ് ജലാറ്റിൻ സ്റ്റിക്കുകളും ഡിറ്റനേറ്ററുകളും കടത്താൻ ശ്രമിച്ചത്. വാളയാർ പോലീസിന്റെ വാഹന പരിശോധനയിൽ പച്ചക്കറി ചാക്കുകൾക്കടിയിൽ ഒളിപ്പിച്ചു കടത്തിയ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ജലറ്റിൻ സ്റ്റിക്കുകളും നോൺ ഇലക്ട്രിക് ഡിറ്റനേറ്ററുകളുമാണ് പിടികൂടിയത്. രാവിലെ വാളയാറിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് ലോറിയിൽ ജലറ്റിൻ സ്റ്റിക്ക് കണ്ടെത്തിയത്. സംഭവത്തിൽ ലോറി ഡ്രൈവർ കോയമ്പത്തൂർ മീനാച്ചിപുരം വലുക്കുംപാറ സ്വദേശി 29 വയസ്സുള്ള മണികണ്ഠനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 200 ബോക്സുകളിലായി 25,400 ജലറ്റിൻ സ്റ്റിക്കുകളും 12 ബോക്സുകളിലായി 1,500 ഡിറ്റനേറ്ററുകളുമാണ് പിടികൂടിയത്. വാഹനത്തിൽ പച്ചക്കറി നിറച്ച ചാക്കുകൾക്കടിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഇവ. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്നും പിടികൂടിയ സ്ഫോടക വസ്തുക്കൾ എങ്ങോട്ടാണ് കടത്താൻ ശ്രമിച്ചതെന്ന് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നും വാളയാർ പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര തേനൂരിൽ കാറും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. ലക്കിടി മംഗലം തെക്കും ചെറാട് തീർത്തക്കുണ്ടിൽ 22 വയസ്സുള്ള അനന്തകുമാറാണ് മരിച്ചത്. പാലക്കാട് തുണിക്കടയിൽ ജോലിക്കാരനായ അനന്തകുമാർ ജോലി കഴിഞ്ഞ് അർദ്ധരാത്രി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ തേനൂർ അത്താഴംപറ്റ കാവിന് സമീപം പുലർച്ചെ 12:45 അപകടം നടന്നത്. ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് കോയമ്പത്തൂർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ പുലർച്ചെ 3 മരണം സംഭവിച്ചത്. അച്ഛൻ പരേതനായ ഏഴിമല, അമ്മ ലീല, സഹോദരി മഞ്ജു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വല്ലപ്പുഴയിൽ KSRTC ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് 15ഓളം പേർക്ക് പരിക്ക്. ഇന്ന് പുലർച്ചെയാണ് അപകടം. പരിക്കേറ്റവരെ വാണിയംകുളത്തെയും പട്ടാമ്പിയിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. പുലർച്ചെ വല്ലപ്പുഴ കുറുവട്ടൂരിലാണ് അപകടമുണ്ടായത്. വാണിയംകുളത്ത് നിന്ന് വല്ലപ്പുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സും എതിരെ വളവിൽ മറ്റൊരു വാഹനത്തെ മറികടന്നു വന്ന ലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്ന 15ഓളം പേർക്ക് പരിക്കേറ്റു. ഇവരെ വാണിയംകുളത്തെയും പട്ടാമ്പിയിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് അറിവ്. കുളപ്പുള്ളി പട്ടാമ്പി പാതയിലെ വാടാനംകുറിശി റെയിൽവേ ഗേറ്റ് അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി രാത്രി അടച്ചിട്ടതിനാൽ വാഹനങ്ങൾ വാണിയംകുളം വല്ലപ്പുഴ വഴി തിരിച്ചുവിട്ടിരുന്നു. വീതി കുറഞ്ഞ വാണിയംകുളം വല്ലപ്പുഴ പാതയിൽ വലിയ വാഹനങ്ങൾ പോകുമ്പോൾ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസുകാർ ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. അപകടത്തെ തുടർന്ന് മണിക്കൂറുകളോളം
റൂട്ടിൽ ഗതാഗതം സ്തംഭിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ചേലക്കരയിൽ കാട്ടുപന്നി കുറുകെ ചാടി ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. ചേലക്കര കൊളത്തൂർ പാടശേഖരത്തിന് സമീപം വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. റെയിൽവേ കരാർ ജീവനക്കാരനായ കുറുമല സ്വദേശി കൂവക്കാട്ടിൽ ഫിലിപ്പ് ചാക്കോയാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തെറിച്ചു വീണ ഇയാളെ ചേലക്കര ആശുപത്രിയിൽ എത്തിച്ച ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തൃശൂർ മെഡിക്കൽ കോളേജിൽ മാനസികാസ്വാസ്ഥ്യമുണ്ടെന്ന് സംശയിക്കുന്ന യുവാവിന്റെ പരാക്രമം. സെക്യൂരിറ്റിയെ പൂട്ടിയിട്ട ശേഷം യുവാവ് AC-ക്ക് തീയിട്ടു. സർജൻസ് കോൺഫറൻസ് നടക്കാണ്ടിരുന്ന അലുമിനി ഹാളിന് സമീപം രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. കോൺഫറൻസിനായി ഇന്നലെ രാത്രിയിൽ എത്തിച്ച് ഫിറ്റ് ചെയ്ത AC-ക്കും അനുബന്ധ കേബിളുകൾക്കുമാണ് യുവാവ് തീയിട്ടത്. രാവിലെ ചുറ്റികയുമായി എത്തിയ യുവാവ് ഹാളിൻ്റെ വാതിൽ, ജനൽ ചില്ലുകൾ ഉൾപ്പെടെ തകർത്തു. തുടർന്ന് സെക്യൂരിറ്റിയെ മുറിയിൽ പൂട്ടിയിട്ട ശേഷം സമീപത്തുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ കത്തിച്ച് AC-ക്ക് തീയിടുകയായിരുന്നു. ഇയാൾ മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണെന്നാണ് സൂചന. ചില്ലുകൾ കൊണ്ട് കയ്യിൽ സാരമായ മുറിവേറ്റ ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അടുത്ത ബന്ധുവായ 15 വയസ്സുകാരിയെ ലൈംഗികാതിക്രമം നടത്തി ഗർഭിണിയാക്കിയ കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും 43 വർഷം കഠിന തടവും 4 ലക്ഷം രൂപ പിഴയും ശിക്ഷ. എഴുവന്തല മൂരിത്തൊടി വീട്ടിൽ 49 വയസ്സുള്ള മണികണ്ഠനെയാണ് പട്ടാമ്പി പോക്സോ കോടതി ശിക്ഷിച്ചത്. ചെറുപ്പളശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് 15 വയസ്സുള്ള പെൺകുട്ടിയെ താമസ വീട്ടിൽ വെച്ച് അടുത്ത ബന്ധുവായ പ്രതി ഗുരുതര ലൈംഗിക അതിക്രമം നടത്തി ഗർഭിണിയാക്കിയ സംഭവത്തിൽ പട്ടാമ്പി പോക്സോ കോടതി ശിക്ഷ വിധിച്ചത്. പട്ടാമ്പി കോടതിയുടെ ചുമതലയുള്ള പാലക്കാട് പോക്സോ കോടതി ജഡ്ജ് സഞ്ജുവിൻ്റേതാണ് വിധി. ഇരട്ട ജീവപര്യന്തവും 43 വർഷം കഠിന തടവും 4 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. തടവ് അനുഭവിച്ചതിന് ശേഷം ജീവപര്യന്തം ശിക്ഷയും അനുഭവിക്കണം. പിഴ ഒടുക്കിയില്ലെങ്കിൽ 3 വർഷം അധിക കഠിന തടവ് അനുഭവിക്കണം. പിഴസംഖ്യ ഇരയ്ക്ക് നൽകാനും വിധിയായി. പിഴതുക കൂടാതെ അതിജീവിതയ്ക്ക് അധിക ധനസഹായവും വിധിച്ചു. സർക്കിൾ ഇൻസ്പെക്ടർ M. സുജിത്താണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് 20 സാക്ഷികളെ വിസ്തരിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ ഹാജരായി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാലക്കാട് നെഹ്റു യുവകേന്ദ്ര ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച്. 53 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള സംഘടനയുടെ പേര് കേന്ദ്ര സർക്കാർ മേര യുവഭാരത് എന്നാക്കിയതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. പ്രതിഷേധം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മോഡി നെഹ്റുവായിട്ട് സ്വയം അദ്ദേഹത്തെ ഒന്ന് കമ്പയർ ചെയ്താൽ മതി. എന്താണ് നെഹ്റു എന്ന് മനസ്സിലാകും. അദ്ദേഹം ഒരു രാഷ്ട്ര പുനർനിർമ്മാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക്. ജില്ലാ പ്രസിഡന്റ് R. ജയദേവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് M. രൺദീഷ്, സംസ്ഥാന കമ്മിറ്റി അംഗം PM ആർഷോ, മുഹമ്മദ് നാസിം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി മേഖലയിൽ ഓപ്പറേഷൻ ഡി ഹണ്ട് ശക്തമാക്കും. സ്കൂളുകൾ കേന്ദ്രീകരിച്ചും മറ്റും ലഹരി വിൽപ്പന നടക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ അധ്യയന വർഷം ആരംഭത്തിൽ തന്നെ ഓപ്പറേഷൻ ഡി ഹണ്ട് ശക്തമാക്കുന്നത്. വിദ്യാലയങ്ങൾ തുറക്കുന്നതോടെ നിരീക്ഷണവും ബോധവൽക്കരണവും ശക്തമാക്കാനാണ് പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ തീരുമാനം. സ്കൂളുകൾ കേന്ദ്രീകരിച്ചും മറ്റും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും കാര്യക്ഷമമായി തടയുന്നതിൻ്റെ ഭാഗമായാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ എക്സൈസ് പരിശോധന. പ്രധാനമായും വിദ്യാർത്ഥികളിലേക്ക് ലഹരി എത്തിക്കുന്നവരെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യം. ഇത്തരത്തിൽ പട്ടാമ്പി എക്സൈസ് റേഞ്ചിൻ്റെ പരിധിയിൽ വരുന്ന സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഓപ്പറേഷൻ ഡി ഹണ്ട് ശക്തമായി നടപ്പാക്കാനാണ് എക്സൈസ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പ് നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ PTA ഭാരവാഹികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആവശ്യമായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. എല്ലാ സ്കൂൾ പരിസരങ്ങളിലും നിരീക്ഷണം ശക്തമാക്കും. കൂടാതെ പരിസരത്തെ കടകളിൽ ലഹരി വസ്തുക്കളില്ലെന്ന് ഉറപ്പുവരുത്തും. ഇത്തരത്തിൽ ഓപ്പറേഷൻ ഡി ഹണ്ട് ശക്തമാക്കാനാണ് തീരുമാനമെന്ന് പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ H. വിനു പറഞ്ഞു. സർക്കാരിൻ്റെ ഈ ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായി പട്ടാമ്പി എക്സൈസ് റേഞ്ചിൻ്റെ എല്ലാ സ്കൂളുകളും കേന്ദ്രത്തിലും ബോധവൽക്കരണവും അതോടൊപ്പം തന്നെ നിരീക്ഷണവും നടത്തുന്നതിന് തീരുമാനമെടുക്കുകയും അധ്യാപക PTA എന്നിവരുമായി സഹകരിച്ച്
നിരന്തരമായിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളും പരിസരത്തുള്ള കടകളിലും എല്ലാം ഈ വ്യാജങ്ങളൊന്നുമില്ല ഇതൊന്ന് ഉറപ്പുവരുത്തുന്നതായിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ സ്കൂൾ അവധിയും മറ്റൊക്കെ ആയതിനാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന് മുമ്പേ തന്നെ ഇതിൻ്റെ നടപടികളെല്ലാം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ ക്ലീൻ സൈറ്റിൻ്റെ ഭാഗമായി എക്സൈസിൻ്റെ ഒരു ഓപ്പറേഷൻ ക്ലീൻ സൈറ്റ് എന്ന സംവിധാനത്തിൻ്റെ ഭാഗമായി ഒട്ടനവധി അബ്കാരി NDPS കേസുകൾ നിലവിൽ പട്ടാമ്പി റേഞ്ചിൽ നിന്നും കേസുകളെടുത്ത് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. എക്സൈസിൻ്റെ ഓപ്പറേഷൻ ക്ലീൻ സൈസിൻ്റെ ഭാഗമായി ഒട്ടനവധി അബ്കാരി കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇത്തരം പരിശോധനകളും ശക്തമാക്കാനാണ് അധികൃതരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനം ലോകത്തിന് തന്നെ മാതൃകയായി എന്ന് കെ ശാന്തകുമാരി MLA പറഞ്ഞു. സ്ത്രീകളുടെ ഐക്യത്തിനും ഉന്നത നിലയിൽ എത്താനും പ്രസ്ഥാനം കൊണ്ട് കഴിഞ്ഞതായും MLA പറഞ്ഞു. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS 27ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ഒരു വ്യക്തിത്വമായി സ്ത്രീകൾക്ക് സമൂഹത്തിൽ നിൽക്കാൻ കഴിയുമെന്ന ബോധ്യം ഉണ്ടാക്കി കൊടുക്കാനാണ് ഇത്തരം സംവിധാനങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ A. പ്രമീള റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ, ജില്ലാ പഞ്ചായത്ത് അംഗം A. പ്രശാന്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ B. ഷാജിദ, OK. രാമചന്ദ്രൻ, M. രമ, ബ്ലോക്ക് അംഗങ്ങളായ നന്ദിനി, രജനി, ഗിരിജ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പി നഗരസഭാ ശ്മശാനത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. MLA ഫണ്ടിൽ നിന്ന് 55 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ശ്മശാനം നവീകരിക്കുന്നത്. ശ്മശാനത്തിലേക്ക് ആവശ്യമായ യന്ത്രസാമഗ്രികൾ വാങ്ങാൻ MP ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. പട്ടാമ്പിയിൽ നമ്പ്രത്ത് ഭാരതപ്പുഴയോട് ചേർന്നാണ് നഗരസഭയുടെ ശ്മശാനം. ഒരു മാസം മുമ്പാണ് ശ്മശാനത്തിന്റെ പുനർനിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നടന്നത്. നിലവിൽ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ്. മുഹമ്മദ് മോഹസിൻ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 55 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. 2 കമാനം, ചുറ്റുമതിൽ ഉൾപ്പെടെയുള്ള പ്രവൃത്തികളാണ് ആരംഭിച്ചത്. പുഴയോട് ചേർന്ന് കർമ്മം ചെയ്യാനുള്ള പടവുകളും മറ്റും നിർമ്മിക്കേണ്ടതുണ്ട്. 2010നും 2015നുമിടെ പട്ടാമ്പി ഗ്രാമപഞ്ചായത്തായിരിക്കെ UDF ഭരണകാലത്താണ് പൊതുശ്മശാനം പദ്ധതി തുടങ്ങിവെച്ചത്. അന്ന് ഒരു വലിയ ഷെഡും കുറച്ച് മെഷീനറികളും ഒരുക്കിയിരുന്നു. ഇതിന് പിന്നാലെ അന്ന് ജനങ്ങളുടെ എതിർപ്പ് വന്നതിനെ തുടർന്ന് കോടതി സ്റ്റേയുടെ പശ്ചാത്തലത്തിൽ പ്രവൃത്തികൾ നിലച്ചു. നീണ്ട 10 വർഷത്തോളം കാലം ശ്മശാനം കാടുപിടിച്ച നിലയിലായിരുന്നു. 2015 മുതൽ 2020 വരെയുള്ള കാലയളവിൽ ആദ്യ പട്ടാമ്പി നഗരസഭാ കൗൺസിൽ UDF ഭരിക്കുന്ന കാലത്തും പ്രവൃത്തികൾ നടത്താൻ കഴിഞ്ഞില്ല. 2020 മുതൽ CPM V4 സഖ്യത്തിൻ്റെ നേതൃത്വത്തിലുള്ള നഗരസഭാ ഭരണസമിതിയുടെ ആവശ്യപ്രകാരം മുഹമ്മദ് മോഹസിൻ MLAയുടെ ഇടപെടലിനെ തുടർന്നാണ് നിയമക്കുരുക്കുകൾ അഴിക്കാനായത്. MLA ജില്ലാ കളക്ടറുമായി നിരന്തരം ഇടപെട്ടതിനെ തുടർന്ന് വർഷങ്ങളോളം നീണ്ട സ്റ്റേ നടപടികൾ ഒഴിവാക്കാനായി പുനർനിർമ്മാണ പ്രവൃത്തികൾ ഇതോടെ ആരംഭിക്കുകയായിരുന്നു. നഗരസഭയുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തികൾ. വൈദ്യുതി ശ്മശാനമാണ് ഒരുക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായ മെഷീനറികൾ വാങ്ങാൻ VK ശ്രീകണ്ഠൻ MPയുടെ ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. പട്ടാമ്പിയിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുമുള്ള മൃതദേഹങ്ങൾ ദഹിപ്പിക്കാൻ ശാന്തിതീരം അടക്കമുള്ള ശ്മശാനങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യത്തിലായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് നമ്പ്രത്ത് ഒരു പൊതുശ്മശാനം പദ്ധതി കൊണ്ടുവന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി ശില്പശാല സംഘടിപ്പിച്ചു. പാലക്കാട് BSNL എംപ്ലോയീസ് സഹകരണ സൊസൈറ്റി ഹാളിൽ നടന്ന ശില്പശാല കെ ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ ആ സാഹചര്യം നമ്മുടെ മുമ്പിൽ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യവുമായി ബന്ധപ്പെടുന്നു അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ നമുക്ക് തരണം ചെയ്യാനുള്ള മാനസികാവസ്ഥയും സംഘശേഷിയും ഒക്കെ വർത്തമാന കാലഘട്ടത്തിൽ അനിവാര്യമായിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിസങ്കീർണമായ സാമൂഹ്യ ജീവിതത്തിൽ
അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ ജെ ചെല്ലപ്പൻ പ്രബന്ധം അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി കുഞ്ഞിരാമൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി എം എ പൊന്മല മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് പ്രൊഫസർ കെ പി ബാലകൃഷ്ണൻ, സംസ്ഥാന വനിതാ കമ്മിറ്റി അംഗങ്ങളായ പി സി ഏലിയാമ്മ, കെ കുമാരി, ജില്ലാ വനിതാ സബ് കമ്മിറ്റി കൺവീനർ കെ രേണുകാദേവി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കത്തോലിക്ക കോൺഗ്രസ് അന്താരാഷ്ട്ര സമ്മേളനവും സമുദായ ശാക്തീകരണ അവകാശ പ്രഖ്യാപന റാലിയും മെയ് 17-18 തീയതികളിൽ നടക്കും. കേന്ദ്ര പ്രതിനിധി സഭാ സമ്മേളനം മുണ്ടൂർ യുവക്ഷേത്രയിലും റാലി പാലക്കാട് നഗരത്തിലുമാണ് നടക്കുകയെന്ന് ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കത്തോലിക്ക കോൺഗ്രസിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് മെയ് 17-18 തീയതികളിൽ പാലക്കാട്ട് വെച്ച് അന്താരാഷ്ട്ര സമ്മേളനവും അവകാശ പ്രഖ്യാപന റാലിയും പ്രതിനിധി സമ്മേളനവും ഛായാചിത്ര പതാക പ്രയാണവും ഉൾപ്പെടെ വിപുലമായ പരിപാടികൾ നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. 18-ന് നടക്കുന്ന മഹാസമ്മേളനം സമുദായ ശാക്തീകരണം രാഷ്ട്ര പുരോഗതിക്ക് എന്ന മുദ്രാവാക്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. സഭാ മേലധ്യക്ഷരും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും സമുദായ നേതാക്കളും പങ്കെടുക്കും. കത്തോലിക്ക സമുദായത്തിൻ്റെ സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടിയും പൊതുസമൂഹത്തിൻ്റെ ആവശ്യങ്ങളിൽ ഇടപെടുന്നതിനു വേണ്ടിയുമാണ് 1918 കത്തോലിക്ക കോൺഗ്രസ് രൂപീകൃതമായത്. അതേ സാഹചര്യങ്ങൾ ഇന്നും നിലനിൽക്കുകയാണെന്ന് ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. കാർഷിക പ്രതിസന്ധികളിലും വിദ്യാഭ്യാസ പ്രശ്നങ്ങളിലും ന്യൂനപക്ഷ അവകാശ ധ്വംസനങ്ങളിലും സാമൂഹ്യനീതിക്കു വേണ്ടിയുള്ള പോരാട്ടങ്ങളിലും മലയോര തീരദേശ മേഖലകളിലെ പ്രശ്നങ്ങളിലും ശക്തമായ ഇടപെടലുകൾ നടത്തിയ കത്തോലിക്ക കോൺഗ്രസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് നടപ്പിലാക്കുന്നതിനും സാംസ്കാരികവും വിശ്വാസപരവുമായ അധിനിവേശത്തെ ചെറുക്കുന്നതിനും ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്നതിനെതിരെയും ശക്തമായ നിലപാടാണ് അറിയിക്കുന്നത്. കേന്ദ്ര പ്രതിനിധി സഭാ സമ്മേളനം മെയ് 18-ന് മുണ്ടൂർ യുവക്ഷേത്രയിൽ വെച്ചാണ് നടക്കുക. 44 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും എല്ലാ രൂപതകളിൽ നിന്നുമുള്ള ഭാരവാഹികളും പങ്കെടുക്കും. 10,000 പങ്കെടുക്കുന്ന അവകാശ പ്രഖ്യാപന റാലി കോട്ടമൈതാനത്ത് നിന്ന് ആരംഭിച്ച് പാലക്കാട് സെൻറ് റാഫേൽ പള്ളി അങ്കണത്തിലെ സമ്മേളനവേദിയിൽ എത്തിച്ചേരും. അന്താരാഷ്ട്ര സമുദായ സമ്മേളനത്തിൽ സഭാ മേലധ്യക്ഷരും സമുദായ നേതാക്കളും പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. അതൊക്കെ നിയമപരമായ രീതിയിൽ കൊണ്ടുവന്ന് പരിഹരിക്കാനുള്ള സാധ്യതകൾ ആരായും അതിലേക്കുള്ള ശ്രദ്ധ ക്ഷണിക്കേണ്ടിയിരിക്കും. അതൊക്കെ ഇതിൽ ലക്ഷ്യം വയ്ക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഈ സമുദായത്തിന്റെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു. എല്ലാ സമുദായങ്ങൾക്കുമുള്ള അവകാശങ്ങൾക്ക് കത്തോലിക്ക സമുദായവും അർഹതപ്പെട്ടവരാണ്. അപ്പോൾ പ്രത്യേക ചില സാഹചര്യങ്ങളിൽ ആ അർഹത അത് പരിഗണിക്കാതെ പോകുന്നു എന്നത് സങ്കടകരമായ കാര്യമാണ്. ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് തന്നെ ഈ സമുദായത്തെ ഉദ്ധരിക്കണം എന്നുള്ള ഒരു വിളിയാണ് ഈ സമ്മേളനത്തിന്റെയൊക്കെ അല്ലെങ്കിൽ വാർത്താ സമ്മേളനത്തിൽ ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ, പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ, ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ, ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസ് കുട്ടി ഒഴുക്കഴിയിൽ, ചെറിയാൻ ആഞ്ഞിലിമുട്ടിൽ, ബോബി ബാസ്റ്റ്യൻ, ട്രീസ തോമസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വന്യമൃഗങ്ങളുടെയും തെരുവുനായ്ക്കളുടെയും ആക്രമണത്തിൽ നിന്ന് മനുഷ്യരും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയാത്ത ഭരണാധികാരികൾ രാജിവെച്ചു പോകണമെന്ന് ഫാദർ ഫിലിപ്പ് കവിയിൽ. കത്തോലിക്ക കോൺഗ്രസിന് മുന്നോടിയായി പാലക്കാട്ട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഫാദർ ഫിലിപ്പ് കവിയിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചത്. കത്തോലിക്ക കോൺഗ്രസ് സമ്മേളനത്തിന് മുന്നോടിയായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഫാദർ ഫിലിപ്പ് കവിയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമുയർത്തിയത്. വീട്ടിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ പോലും വന്യമൃഗങ്ങളാൽ ആക്രമിക്കപ്പെടുകയാണ്. കർഷക പ്രശ്നങ്ങളും വന്യമൃഗശല്യങ്ങളും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ സമയത്ത് മുഖ്യമന്ത്രി വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് പറഞ്ഞത്. മുഖ്യമന്ത്രിക്ക് മേലെ കേരളത്തിൽ ഉദ്യോഗസ്ഥ ലോബി പ്രവർത്തിക്കുന്നുണ്ട്. വന്യമൃഗ ഭീഷണിയിൽ കൃഷി ചെയ്യാൻ പറ്റാതെയും വില ലഭിക്കാതെയും കർഷകർ ദുരിതത്തിലാണ്. ക്രിസ്തീയ പ്രശ്നപരിഹാരത്തിനായി സർക്കാർ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് നിയമിച്ചതാണ് GB കോശി കമ്മീഷൻ. ഇന്നും പഠിച്ചു കഴിഞ്ഞിട്ടില്ലെന്നാണ് സർക്കാർ പറയുന്നത്. ഇത് ഇരട്ടത്താപ്പാണെന്നും ഫാദർ ഫിലിപ്പ് കവിയിൽ പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ജീവൻ സുരക്ഷിതം ജീവിച്ചിരിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ എന്ത് ഗവൺമെന്റ്, എന്ത് പാർട്ടി, എന്ത് സംവിധാനം. അപ്പൊ ഈ കേരളത്തിൽ ഇപ്പൊ സംഭവിക്കുന്നത് എന്താണ്? ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞത്, അഭിനന്ദ പിതാവ് പറഞ്ഞതുപോലെ സ്വൈര്യമായി സുരക്ഷിതത്വ ബോധത്തോടെ ഈ
ഈ കേരളത്തിൽ സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി ഉണ്ടായിരിക്കണം. ഇന്നലെ തന്നെ ഒരു വീട്ടിൽ, ഈ പാലക്കാട് പ്രദേശത്തിനടുത്തുള്ള ഒരു വീട്ടിൽ പുലി കയറി മലമ്പുഴയിൽ 3 കുട്ടികളടക്കമുള്ള ആ കുടുംബത്തെ ഭീതിയിലാഴ്ത്തി. അവർക്കെതിരെ ഇതിനെതിരെ ഒരു ശാശ്വത പരിഹാരം സാധിക്കുന്നില്ലെങ്കിൽ ഈ ഗവൺമെന്റ് രാജിവെച്ച് പുറത്തു പോകട്ടെ, സാധിക്കുന്നവരെ കേൾക്കട്ടെ. ഞങ്ങൾക്ക് ഒരു പാർട്ടിയോടും ഒരു ഗവൺമെന്റിനോടും അടുപ്പമോ അകൽച്ചയില്ല. പൊതുസമൂഹത്തിന് സുരക്ഷിതത്വം കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവർ രാജിവെച്ച് പോവുകയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഗവൺമെന്റിന് ഇച്ഛാശക്തി ഉണ്ട്, അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കണ്ണൂർ വെച്ച് അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇവിടുത്തെ ഉദ്യോഗസ്ഥ ലോബി അതിനെതിരെ പ്രവർത്തിക്കുകയാണ്. അവർ പണിയെടുക്കണം. ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്ന വനപാലകര് പണിയെടുക്കണം. ഈ കാട്ടുമൃഗങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയാണ് അവർ ശമ്പളം കൊടുക്കുന്നത്. അത് പ്രധാനപ്പെട്ടതാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കാലവർഷം എത്തും മുൻപേ കുളം പണിതീരുമോ എന്ന ആശങ്കയിലാണ് കോട്ടായി അയ്യംകുളം നിവാസികൾ. അയ്യംകുളം നവീകരണ പ്രവൃത്തികൾ തുടങ്ങിയിട്ട് 3 മാസമായെങ്കിലും പണി പകുതി പോലും പൂർത്തിയാക്കിയിട്ടില്ല. മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ 34 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുളം നവീകരണ പ്രവൃത്തികൾ നടക്കുന്നത്. കോട്ടായി പഞ്ചായത്തിലെ അയ്യംകുളത്തിന്റെ നവീകരണ പ്രവൃത്തി അനന്തമായി നീളുകയാണ്. 3 മാസമായി നടക്കുന്ന പണി പാതി പോലും പൂർത്തിയാക്കിയിട്ടില്ല. ഇക്കണക്കിന് കാലവർഷം എത്തുന്നതിനു മുൻപ് പണി പൂർത്തീകരിക്കുന്ന ലക്ഷണവുമില്ല. മെയ് 27-ന് കേരളത്തിൽ കാലവർഷം എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കുളം പണി തീർന്നില്ലെങ്കിൽ മഴക്കാലം തുടങ്ങുന്നതോടെ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ യാത്രാമാർഗം തടയും. അയ്യംകുളത്തിനോട് ചേർന്നാണ് കോഴിയോട് വലിയ പറമ്പ് പ്രദേശത്തേക്കുള്ള റോഡ് പോകുന്നത്. റോഡ് പൂർണ്ണമായും തകർന്നതിനു പുറമെ കുളത്തിൻ്റെ വശം ബണ്ട് കെട്ടാൻ റോഡിൻ്റെ വശം ഇടിച്ച് 10 അടിയോളം ആഴത്തിൽ ചാൽ കീറിയിട്ടുണ്ട്. കുളത്തിൻ്റെ ബണ്ട് പണി പൂർത്തിയായാലേ റോഡ് പണി നടത്താനാകൂ. മഴയെത്തും മുൻപ് റോഡ് പണി നടന്നില്ലെങ്കിൽ കോഴിയോട് വലിയ പറമ്പ് ചേങ്ങോട് പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് പുറത്തിറങ്ങാൻ ആകാതെയാവും. 3 മാസമായിട്ടും കുളം പണി ഇഴഞ്ഞു നീങ്ങുന്നതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. കുളത്തിൻ്റെയും റോഡിൻ്റെയും പണി സമയബന്ധിതമായി തീർക്കാൻ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വിശ്വകർമ്മ സമുദായത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന സംവരണാനുകൂല്യം വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കണമെന്ന് വിശ്വകർമ്മ ഐക്യവേദി ചെയർമാൻ വി വി കണ്ണൻ വടക്കൂട്ട്. വിശ്വകർമ്മജർ ഭിന്നിച്ചു നിൽക്കുന്നത് അധികാരി വർഗത്തിന് ആനുകൂല്യം വെട്ടിക്കുറയ്ക്കാൻ സൗകര്യമൊരുക്കിയെന്നും വി വി കണ്ണൻ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഭിന്നിച്ചു പ്രവർത്തിക്കുന്ന വിശ്വകർമ്മ സംഘടനകളെ ഏക സംഘടനയാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഐക്യവേദി രൂപീകരിച്ചതെന്ന് വി വി കണ്ണൻ വടക്കൂട്ട് പറഞ്ഞു. 5% ഉണ്ടായിരുന്ന സംവരണം 2% വെട്ടിക്കുറച്ചതിലൂടെ വിദ്യാഭ്യാസ ആനുകൂല്യം ഉൾപ്പെടെ ലഭിക്കാതായി. വയോജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുകയാണ്. കുത്തകകളുടെ കടന്നുകയറ്റം മൂലം തൊഴിൽ രഹിതരായവരെ സംരക്ഷിക്കണമെന്ന ആവശ്യവും അംഗീകരിക്കപ്പെടുന്നില്ല. സമുദായത്തിൻ്റെ അവശതകൾ ചൂണ്ടിക്കാട്ടി നിരവധി നിവേദനം നൽകിയെങ്കിലും ഫലമില്ല. സെൻസസ് നടത്തി ആനുകൂല്യം ഏർപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഏക സംഘടനയായി പ്രവർത്തിക്കുന്നതിന് മുന്നോടിയായി പാലക്കാട്ട് സംഘടിപ്പിക്കുന്ന ജില്ലാ കൺവെൻഷൻ മെയ് 18-ന് കദളിവനത്തിൽ നടക്കുമെന്നും കണ്ണൻ വടക്കൂട്ട് പറഞ്ഞു. ഏത് ഗവൺമെന്റ് വന്നാലും അത് വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കും. അതിൽ ഈ ഇടതുപക്ഷ ഗവൺമെന്റ്, ഞാൻ ഗവൺമെന്റുകളെയൊന്നും കുറ്റം പറയില്ല, ഞങ്ങൾക്കൊരു 5% ഉണ്ടായിരുന്നു സംവരണ അടിസ്ഥാനത്തിലുള്ള 5%. അതിപ്പോൾ 2% എത്തിയിട്ടുണ്ട്. അത് ഈ കൂട്ടായ്മയുടെ കുറവായിട്ടാണ് ഗവൺമെന്റുകൾ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഈ വിശ്വകർമ്മ ഐക്യവേദി എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരണം ഒരു 1.5 വർഷമായിട്ടുണ്ട്. അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് സംസ്ഥാനമൊട്ടുക്കും പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ നല്ല പ്രവർത്തനമുണ്ട്. ഇതിന് മുൻകാലങ്ങളിൽ AKVMS, VSS അങ്ങനെ പറഞ്ഞ പല സംഘടനകളും ഇതിനൊരു ഒറ്റതിരിഞ്ഞുള്ളൊരു പ്രവർത്തനമുണ്ട്. അതിൻ്റെ ഒരു പോരായ്മ അത് ചിലയിടത്ത് നടക്കായി വരികയും ആ കൂട്ടായ്മ കറക്റ്റായി പോകാതെ വരികയും ഗവൺമെൻറ്. പൊന്നുമല രവി മരുതറോഡ്, മണികണ്ഠൻ, സെൽവൻ, രതീഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഡെങ്കിപ്പനി ദിനാചരണവും സെമിനാറും സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. പ്രചരണ പരിപാടികളും പ്രതിരോധ പരിപാടികളും സംഘടിപ്പിച്ചിരിക്കുകയാണ്. മഴക്കാലമാകുന്നതിന് മുമ്പ് ഒരു പ്രീ മൺസൂൺ എന്ന നിലയിൽ തന്നെ നമ്മൾ
ജനങ്ങൾക്കിടയിൽ വലിയൊരു അവബോധം ഉണ്ടാക്കേണ്ട ഒരു കാര്യം ഉണ്ട്. കാരണം രോഗാതുരമായ സാഹചര്യത്തിലേക്ക് ഇനി പല രോഗങ്ങളും, അതുപോലെ തന്നെ ജലാശയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊതുകും പ്രാണികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രോഗങ്ങൾ വരാൻ സാധ്യത മഴക്കാലമാകുമ്പോഴാണ്. അതുകൊണ്ട് അത് പ്രീ മൺസൂൺ എന്ന നിലയ്ക്കുള്ള ഒരു പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളത്. അത് വ്യാപകമായി നടത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറൽ ഫീവറുകൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി വരികയാണ്. ഒരുപക്ഷെ കൊതുകുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഇത് വരുന്നത്, ഈഡിസ് കൊതുകാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ അധ്യക്ഷത വഹിച്ചു. ഡെങ്കിപ്പനി രോഗങ്ങളും പരിഹാരവും വിഷയത്തിൽ സെമിനാർ നടന്നു. ഹെൽത്ത് ഇൻസ്പെക്ടർ AK സുരേഷ് ക്ലാസ് എടുത്തു. എക്സിബിഷനുമുണ്ടായിരുന്നു. ജയച്ചൈമാരായ PS സമിത്, രമ്യ R, JPN ചാരുത, ആശാവർക്കർമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെയും വനിതാ ശിശു വികസന വകുപ്പിന്റെയും നേതൃത്വത്തിൽ 6 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്കായി RBSK മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. രക്ഷിതാക്കൾക്കായി ആരോഗ്യ പോഷണ ബോധവൽക്കരണ ക്ലാസും നടത്തി. ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കാൻ ആരോഗ്യമുള്ള ബാല്യകാലം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ പഞ്ചായത്തും വനിതാ ശിശു വികസന വകുപ്പും ആരോഗ്യവകുപ്പും സംയുക്തമായാണ് 6 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്കായി RBSK മെഡിക്കൽ ക്യാമ്പും രക്ഷിതാക്കൾക്ക് വേണ്ടി ആരോഗ്യ പോഷണ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത്. അംബേദ്കർ കോളനി അംഗൻവാടിയിൽ പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ നിർവഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം വിനീത സ്വാഗതം പറഞ്ഞു. ICDS സൂപ്പർവൈസർ ലക്ഷ്മി ദാമോദർ മുഖ്യാതിഥിയായിരുന്നു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KD ദീപക് വിഷയം അവതരിപ്പിച്ചു. JPHN PG പ്രീത, MLSP മിലാസി വർഗീസ്, RBSK നഴ്സുമാരായ വിദ്യ ഗോപിക എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു. അംഗൻവാടി ടീച്ചർ ഉഷ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മങ്കര കണ്ണമ്പരിയാരം ഞാറക്കോട് ഭഗവതി ക്ഷേത്രത്തിലെ 10ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തിരിതെളിഞ്ഞു. 23-ന് പ്രതിഷ്ഠാ മഹോത്സവത്തോടെ സമാപനമാകും. കോഴിക്കോട് കല്ലംവള്ളി ജയൻ നമ്പൂതിരിയാണ് മുഖ്യ യജ്ഞാചാര്യൻ. വ്യാഴാഴ്ച വൈകിട്ട് ആചാര്യന്മാരെ സ്വാമി കിഷോറിന്റെ നേതൃത്വത്തിൽ ഉപചാരപൂർവ്വം പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ച് യജ്ഞവേദിയിലേക്ക് ആനയിച്ചു. സപ്താഹയജ്ഞം മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നാട്ടിലെ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതിനും മനസമാധാനം ലഭിക്കുന്നതിനും ഒക്കെ സർവ്വ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയാണ് നമ്മൾ ഭാഗവത സപ്താഹ യജ്ഞം നടത്തുന്നത്. ഉച്ചനേരത്ത് നമ്മൾ അന്നദാന ഉൾപ്പെടെയുള്ള പരിപാടികൾ നടത്തി വരുമ്പോൾ രാവിലെ കാലത്ത് മുതൽ നമുക്കറിയാം വിവിധ ആചാര്യന്മാര് കഴിഞ്ഞ 9 വർഷത്തെ പാരായണങ്ങളിലും നമ്മളെ പഠിപ്പിച്ച ഒട്ടനവധി കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ എല്ലാ കൊല്ലവും എന്തിനാ ഈ ഭാഗവത സപ്താഹ യജ്ഞം തന്നെ നടത്തണം എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം പറയാൻ ഞാനാണെങ്കിലും ഇതൊക്കെ ഇനിയിപ്പോ ബഹുമാനപ്പെട്ട ആചാര്യൻ ഇതൊക്കെ നമ്മളോട് പറയും. ക്ഷേത്രം പ്രസിഡന്റ് P. രാജൻ അധ്യക്ഷത വഹിച്ചു. യജ്ഞാചാര്യൻ കല്ലംവള്ളി ജയൻ നമ്പൂതിരി തിരിതെളിയിച്ചു. സ്വാമി കിഷോർ മങ്കര മുഖ്യപ്രഭാഷണം നടത്തി. മാനേജർ കൃഷ്ണദാസ്, K. രാധാകൃഷ്ണൻ, VK മുകുന്ദൻ, M. കണ്ടമണി, M. രാമചന്ദ്രൻ, PN വത്സകുമാർ, KK കൃഷ്ണൻ, നാരായണൻകുട്ടി കളരിക്കൽ എന്നിവർ സംസാരിച്ചു. 23-ന് വെള്ളിയാഴ്ചയാണ് പ്രതിഷ്ഠാദിന ഉത്സവം നടക്കുക. എല്ലാ ദിവസവും വൈകിട്ട് വിവിധ കലാപരിപാടികളും അന്നദാനവും ഉണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രശസ്ത കഥാകൃത്ത് മുണ്ടൂർ കൃഷ്ണൻകുട്ടിയുടെ സ്മരണയ്ക്കായി മുണ്ടൂർ കൃഷ്ണൻകുട്ടി സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് കഥാകൃത്ത് സന്തോഷ് എച്ചിക്കാനം അർഹനായി. വൈശാഖൻ ചെയർമാനായ ജൂറിയാണ് സന്തോഷ് എച്ചിക്കാനത്തിന്റെ കവണ എന്ന കഥാസമാഹാരം തെരഞ്ഞെടുത്തതെന്ന് ട്രസ്റ്റ് സെക്രട്ടറി P. ചന്ദ്രശേഖരൻ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വർത്തമാനകാല ലോക സാഹചര്യങ്ങളെയും മനുഷ്യാവസ്ഥകളെയും തീക്ഷ്ണതയോടെയും അതേസമയം ആർദ്രതയോടെയും അടയാളപ്പെടുത്തുന്ന കഥകളാണ് സന്തോഷ് എച്ചിക്കാനത്തിൻ്റേതെന്ന് ജൂറി വിലയിരുത്തി. 25,000 രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജൂൺ 1-ന് മുണ്ടൂരിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ പുരസ്കാരം സമർപ്പിക്കുമെന്ന് ചന്ദ്രശേഖരൻ അറിയിച്ചു. 25,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ് അവാർഡായിട്ട് നൽകുന്നത്. കഥാകൃത്തുക്കളിൽ നിന്നും പ്രസാധകരിൽ നിന്നും ക്ഷണിക്കപ്പെട്ട പുസ്തകങ്ങളിൽ നിന്നാണ് സന്തോഷ് യക്ഷിക്കാനത്തിൻ്റെ കവണ എന്ന ചെറുകഥാസമാഹാരം തിരഞ്ഞെടുത്തത്. ശ്രീ വൈശാഖൻ ചെയർമാനായും ഡോക്ടർ KP മോഹനൻ, അശോകൻ ചെരുവിൽ എന്നിവർ അംഗങ്ങളുമായിട്ടുള്ള ജൂറിയാണ് കവണ എന്ന പുസ്തകം തിരഞ്ഞെടുത്ത് സന്തോഷ് യക്ഷിക്കാനത്തിന് അവാർഡ് നൽകുവാനുള്ള തീരുമാനത്തിൽ എത്തിയത്.
ട്രസ്റ്റ് ചെയർമാൻ എസ് ചെൽവരാജ്, അംഗങ്ങളായ എം കാസിം, VP ശശികുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചേലക്കരയിൽ 53 വയസ്സുകാരൻ കുഴഞ്ഞു വീണ് മരിച്ചു. ചേലക്കര വെങ്ങാനല്ലൂർ ഒറ്റയിലപ്പടി കടംകൂട്ടിൽ ശ്രീധരനാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. വെള്ളിയാഴ്ചയോടെയായിരുന്നു സംഭവം. ഇദ്ദേഹത്തെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചേലക്കര പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മാറ്റുലി. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയത് തെറ്റല്ലെങ്കിലും ശരിയല്ലെന്ന് കെ സുധാകരൻ പ്രതികരിച്ചിരിക്കുന്നു. സുധാകരനെ മാറ്റിയതിൽ ഒരു വിഭാഗം കോൺഗ്രസുകാർക്ക് അതൃപ്തിയുണ്ടെന്ന് വ്യക്തമാണ്. പാർട്ടി സംസ്ഥാന അധ്യക്ഷനെ മാറ്റിയത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെ ദോഷകരമായി ബാധിക്കുമോ? മാറ്റുലിയിലേക്ക്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ അഭിപ്രായത്തിൽ KPCC പ്രസിഡന്റ് കെ സുധാകരനെ മാറ്റിയതുകൊണ്ട് മാത്രം കേരളത്തിലെ കോൺഗ്രസ് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് കെ സുധാകരൻ്റെ അനുമതിയില്ലാതെ നേരിട്ട് അയാളെ എടുത്തെറിഞ്ഞേക്കുക. ഇത് കോൺഗ്രസ്സിലെ വലിയ അന്തഛിദ്രത്തിന് വഴിതിരിക്കുകയാണ്. കാരണം ഇപ്പോൾ തന്നെ 2 ഗ്രൂപ്പായിട്ടാണ് കോൺഗ്രസ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. ഒരു വിഭാഗം പറയുന്നു കെ സുധാകരനെ മാറ്റേണ്ട സമയം ഇതായിരുന്നില്ല. മറുവിഭാഗം പറയുന്നു ഇപ്പോൾ മാറ്റിയാൽ തെരഞ്ഞെടുപ്പിന് ഗുണം ചെയ്യുന്നു. കേരളത്തിലെ പരിതസ്ഥിതികൾ വെച്ച് കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ തുടരുകയാണ്. പക്ഷേ ഈ തൊഴുത്ത് മാറ്റിക്കെട്ടിയതുകൊണ്ട് മാത്രം കേരളത്തിലെ കോൺഗ്രസ് രക്ഷപ്പെടുന്ന കാഴ്ച കാണാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രധാന വാർത്തകൾ വീണ്ടും. വാളയാറിൽ രേഖകളില്ലാതെ പച്ചക്കറി ലോറിയിൽ കടത്താൻ ശ്രമിച്ച വൻ സ്ഫോടക വസ്തുശേഖരം പിടികൂടി. 4 ലക്ഷത്തിലേറെ ജലറ്റിൻ സ്റ്റിക്കുകളും ഡിറ്റനേറ്ററുകളും പിടികൂടിയത് തമിഴ്നാട്ടിൽ നിന്ന് അങ്കമാലിയിലേക്ക് പോകുകയായിരുന്ന ലോറിയിൽ നിന്ന്. തമിഴ്നാട് സ്വദേശിയായ ലോറി ഡ്രൈവർ അറസ്റ്റിൽ. കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്ന് പോലീസ്. പുത്തൻ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി വ്യാപാരം തടയാൻ ഓപ്പറേഷൻ ഡി ഹണ്ട് ശക്തമാക്കുമെന്ന് എക്സൈസ്. നെഹ്റു യുവകേന്ദ്രയുടെ പേര് മാറ്റിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം. പാലക്കാട് NYK ഓഫീസിലേക്ക് DYFI മാർച്ച്. നെഹ്റു യുവകേന്ദ്ര ഇനി മേരാ യുവഭാരത്. മാറ്റിയത് അരനൂറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യമുള്ള സംഘടനയുടെ പേര്. പോക്സോ കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും 43 വർഷം കഠിന തടവും 4 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച് പട്ടാമ്പി പോക്സോ കോടതി. ശിക്ഷിക്കപ്പെട്ടത് എഴുമന്തല സ്വദേശി 49 വയസ്സുള്ള മണികണ്ഠൻ. ശിക്ഷ അടുത്ത ബന്ധുവായ 15 വയസ്സുകാരിയെ ലൈംഗികാതിക്രമം നടത്തി ഗർഭിണിയാക്കിയ കേസിൽ. തേനൂരിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് ലക്കിടി മംഗലം സ്വദേശി അനന്തകുമാർ. വല്ലപ്പുഴയിൽ KSRTC ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് 15ഓളം പേർക്ക് പരിക്ക്. തൃശൂർ മെഡിക്കൽ കോളേജിൽ മാനസികാസ്വാസ്ഥ്യമുണ്ടെന്ന് സംശയിക്കുന്ന യുവാവിന്റെ പരാക്രമം. സെക്യൂരിറ്റി ജീവനക്കാരനെ പൂട്ടിയിട്ട് അലുമിനി ഹാളിലെ AC-ക്ക് തീയിട്ടു. അക്രമം രാവിലെ 6 മണിയോടെ. പട്ടാമ്പി നഗരസഭ ശ്മശാനത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നു. ശ്മശാനം നവീകരിക്കുന്നത് MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച 55 ലക്ഷം രൂപ ചെലവിൽ. വൈദ്യുതി ശ്മശാനത്തിലേക്ക് ആവശ്യമായ യന്ത്രസാമഗ്രികൾ വാങ്ങാൻ MP ഫണ്ടിൽ നിന്ന് 50 ലക്ഷം. കത്തോലിക്ക കോൺഗ്രസ് അന്താരാഷ്ട്ര സമ്മേളനത്തിന് പാലക്കാട്ട് ഒരുക്കങ്ങളായി. മെയ് 17, 18 തീയതികളിൽ നടക്കുന്ന സമ്മേളനത്തോടനുബന്ധിച്ച് അവകാശ പ്രഖ്യാപന റാലിയും. സമ്മേളനത്തെക്കുറിച്ച് വിശദീകരിക്കാൻ ബിഷപ്പ് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സർക്കാരിന് രൂക്ഷ വിമർശനം. വന്യമൃഗങ്ങളിൽ നിന്നും തെരുവ് നായ്ക്കളിൽ നിന്നും മനുഷ്യനെ സംരക്ഷിക്കാൻ കഴിയാത്തവർ രാജിവെച്ച് പോകണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.